നമസ്കാരം, ഞാൻ ഷെഫ് മേനോൻ. ഇന്ന് ദഹനത്തിന് സഹായിക്കുന്ന ഒരു കിടിലൻ പ്രകൃതിദത്ത പാനീയമുണ്ടാക്കാം. നന്നായി ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നാറുണ്ടല്ലേ? അതിനൊരു പരിഹാരം വേണ്ടേ? വിഷമിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് ആശ്വാസം നൽകുന്ന ഒരു പരമ്പരാഗത പാനീയം തയ്യാറാക്കാം. ഇതൊരു വെറും പാനീയമല്ല, ദഹന പ്രശ്നങ്ങൾക്കും അസിഡിറ്റിക്കുമുള്ള ഒരു നല്ലൊരു മരുന്ന് കൂടിയാണ്. ഏറ്റവും നല്ല കാര്യം എന്താണെന്നോ? ഇതിനാവശ്യമുള്ള മിക്കതും നിങ്ങളുടെ അടുക്കളയിൽ തന്നെ കാണും. ഈ ആശ്വാസകരമായ പാനീയമുണ്ടാക്കാൻ നമുക്ക് ഈ 6 ലളിതമായ ചേരുവകൾ മാത്രം മതി. ഇത് തയ്യാറാക്കുന്ന രീതി വളരെ ലളിതമാണ്, അത്ര തന്നെ ഫലപ്രദവുമാണ്. നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഈ 5 ലളിതമായ ഘട്ടങ്ങളിലൂടെ നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ശരി, തുടങ്ങാം. ആദ്യം തന്നെ വെള്ളത്തിലേക്ക് ചതച്ച ഏലയ്ക്കായും ഗ്രാമ്പൂവും ജീരകവും ചേർക്കാം. ഇതൊരു ഇടത്തരം തീയിൽ വെച്ച് ഏകദേശം ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ നന്നായി തിളപ്പിക്കണം. വെള്ളത്തിന്റെ നിറം ചെറുതായി മാറും. പിന്നെ ആ നല്ല മണം വരുമ്പോൾ തന്നെ അറിയാം സംഗതി റെഡിയായെന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. തീ കെടുത്തി പുതിനയില ചേർത്ത് നമുക്ക് മൂടിവെക്കാം. അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഇനി ഈ പാനീയം ഒരു അരിപ്പ വെച്ച് ശ്രദ്ധയോടെ അരിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചൂടോടെ ഇതിലേക്ക് കുറച്ച് തേനോ പനഞ്ചക്കരയോ ചേർക്കാം. അപ്പോ മധുരം തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, അത് വളരെ പ്രധാനമാണ്. അസിഡിറ്റിയുടെ പ്രശ്നമുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കി പകരം പനഞ്ചക്കര ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ടില്ലേ, ലളിതമായ ചേരുവകൾ കൊണ്ട് എത്ര ശക്തവും ഫലപ്രദവുമായ ഒരു പാനീയമുണ്ടാക്കിയെന്ന്. അപ്പോ അടുത്ത തവണ വയറിനൊരു സുഖമില്ലായ്മ തോന്നുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. നല്ല മാറ്റമുണ്ടാകും.